നിരാശയുടെ 3 മാസങ്ങൾക്ക് ശേഷം മലയാള സിനിമാ ലോകത്തിന് പുത്തൻ ഉണർവി സബിൻസ് എസ് സംവിധാനം ചെയ്ത വാഴ മുന്നേറുന്നു. ഏപ്രിൽ 2 റിലീസ് ചെയ്ത ചിത്രം ഇതിനോടകം തന്നെ 230 കോടി ക്ലബിലേക്ക് കടന്നു എന്നുള്ള സൂപ്പർ താരങ്ങളില്ലാതെ തന്നെ വൻ വിജയം കൊയ്ത വാഴ 2 മലയാള സിനിമാ ചരിത്രത്തിൽ 200 കോടി നേടുന്ന അഞ്ചാമത്തെ ചിത്രം എന്ന റെക്കോർഡാണ് എത്തിയിരിക്കുന്നത്. ഈ വർഷത്തിന്റെ ആദ്യപാദത്തിൽ നേരിട്ട കനത്ത തിരിച്ചടിക്ക് ശേഷമാണ് ഈ ഉജ്ജ്വല വിജയം എന്നതും ശ്രദ്ധേയമാണ്. വർഷത്തിന്റെ തുടക്കം അത്ര ശോകരമായിരുന്നില്ല. നിഖില വിമൽ നായികയായ പെണ്ണ് കേസ് മാത്രമാണ് ജനുവരിയിൽ അല്പമെങ്കിലും ചർച്ചയായത്. വൻ പ്രതീക്ഷയോടെ എത്തിയ അദ്വൈത് നാരായൺ നായരുടെ ചത്തപ്പച്ച, മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അതിഥി വേഷം ഉണ്ടായിരുന്നിട്ട് പോലും ബോക്സ് ഓഫീസിൽ അമ്പേ പരാജയപ്പെട്ടു. വെറും 33.48 കോടി രൂപ മാത്രമാണ് ചിത്രത്തിന് നേടാനായത്. നാദർഷയുടെ മാജിക് മഷ്റൂം, നിവിൻ പോളിയുടെ ബേബി ഗേൾ, ജിത്തു ജോസഫിന്റെ വലതുവശത്തെ കള്ളവൻ എന്നിവരും ആരാധകരെ നിരാശപ്പെടുത്തി. എന്നാൽ ഗണപതി, സാഗർ സൂര്യ എന്നിവർ അഭിനയിച്ച ഹൊറർ കോമഡി ചിത്രം പ്രകമ്പനം 22 കോടിയിലധികം നേടി അപ്രതീക്ഷിത വിജയം സ്വന്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷങ്ങളിലെ ഫെബ്രുവരി മാസങ്ങളിൽ പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് താരതമ്യം ചെയ്യുമ്പോൾ 2026 ഫെബ്രുവരി സിനിമകൾ വല്ലാതെ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ഭാവനയുടെ അനോമി, ജയറാം കാളിദാസ് ചിത്രം ആശകൾ ആയിരം എന്നിവ ശ്രദ്ധിക്കപ്പെടാതെ പോയി. രാജേഷ് മാധവന്റെ ആദ്യ സംവിധാന സംരംഭം പെണ്ണും പൊറോട്ടയും, കൃഷ്ണാന്തന്റെ സൈബർ പങ്ക് കോമഡി മസ്തിഷ്ക മരണം എന്നിവ നിരൂപ പ്രശംസ നേടിയെങ്കിലും വലിയ സാമ്പത്തിക വിജയം കണ്ടില്ല. ഏറെ കാത്തിരുന്ന മിഥുൻ മാനുവൽ തോമസിന്റെ ആട് 3 മാർച്ചിലാണ് തിയേറ്ററിലെത്തിയത്. സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. എങ്കിലും ആഗോളതലത്തിൽ 120 കോടി രൂപ നേടാൻ ഷാജി പാപ്പനും സംഘത്തിനും സാധിച്ചു. ചിത്രത്തിന്റെ നിർമ്മാതാ ചെലവ് 60-65 കോടി കണക്കിലെടുക്കുമ്പോൾ ഇതൊരു ഭേദപ്പെട്ട നേട്ടമാണ് നിർമ്മാതാവ് വിജയബാബുവിന് വ്യക്തമാക്കി. മമ്മൂട്ടി മോഹൻലാൽ ചിത്രം പാട്രിയറ്റ്, ആന്റണി വർഗീസിന്റെ കാട്ടാളൻ, ടൊവിനോ ബേസിൽ ജോസഫ് വിനീത് ചിത്രം അതിരടി, ജിത്തു ജോസഫ് മോഹൻലാൽ ചിത്രം ദൃശ്യം 3 എന്നിങ്ങനെ വമ്പൻ റിലീസുകൾ വരും ദിവസങ്ങളിൽ തിയേറ്ററിലെത്തുന്നു. റിലീസ് പ്ലാനിങ്ങിലെ പാളിച്ചകൾ ഒഴിവാക്കിയ വാഴ 2 തുടങ്ങിവച്ച ഈ വിജയാഘോഷം വരും ദിവസങ്ങളിലും വരും മാസങ്ങളിലും മലയാള സിനിമയ്ക്ക് നിലനിർത്താൻ സാധിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.